പി സതി വനിതാ കമ്മീഷൻ അധ്യക്ഷ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. മാഡം, ഇക്കാര്യത്തിൽ ഈ സംഭവം വളരെ ഞെട്ടിക്കുന്ന സംഭവമായിരുന്നു. നമുക്ക് ആ പെൺകുട്ടിയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. 6-ാം നാൾ ആ പെൺകുട്ടി മരണത്തിന് കീഴടങ്ങുകയാണ്. ഒരുപാട് ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ ബാക്കിയാക്കിയാണ് മരണം സംഭവിക്കുന്നത്. ഏറ്റവും വേദനാജനകമായിട്ടുള്ള വാർത്തയാണ് ഇപ്പോൾ കേട്ടത്. വാർത്താ മാധ്യമങ്ങളിലൂടെയാണ് ഈ കാര്യം അറിഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ 2 ദിവസമായി ഈ കുട്ടി അതിഗുരുതരമായിട്ടുള്ള അവസ്ഥയിൽ വെന്റിലേറ്ററിൽ കഴിയുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായും പോക്സോ കേസിലെ വിക്ടിമിന് ഇത്തരത്തിലുള്ള ഒരു ദാരുണമായിട്ടുള്ള അവസ്ഥ ഉണ്ടാകുന്നത് വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പോക്സോ വിക്ടിം എന്നുള്ള നിലയിൽ ആവശ്യമായിട്ടുള്ള പരിരക്ഷ കൊടുക്കുന്നതിന് വേണ്ടി ഉള്ള കാര്യത്തിൽ എന്തെങ്കിലും പോരായ്മ വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടുന്നതാണ്. തീർച്ചയായിട്ടും ഈ കേസിൽ ഈ കുട്ടിക്ക് ഇപ്പോ ചൈൽഡ് വിക്ടിം എന്നുള്ളതിൽ നിന്ന് മാറി ഒരു പ്രായപൂർത്തിയായിട്ടുള്ള ഒരു പെൺകുട്ടിക്കാണ് ദാരുണമായിട്ടുള്ള 19 വയസ്സ്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഈ കേസിൽ വളരെ ഗൗരവമേറിയിട്ടുള്ള അന്വേഷണം നടത്തി ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ദാരുണമായിട്ടുള്ള അന്ത്യം, അതും വീട്ടിനകത്ത് വെച്ച് ഇങ്ങനെ അക്രമത്തിന് ഇരയാകാനുള്ള ഒരു സാഹചര്യം എന്തുകൊണ്ടുണ്ടായി എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി, അത് പരിശോധിച്ച് റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും പോലീസിനോട് ആവശ്യപ്പെടും. വളരെയധികം ദുഃഖകരമാണ്, ഏറെ വേദനാജനകമാണ്. പോക്സോ കേസുകളിൽ കുട്ടികൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന സമയത്ത് തീർച്ചയായും ഒരു സാമൂഹ്യ അവബോധം ഈ കാര്യത്തിൽ ഉണ്ടാവേണ്ടുന്നത് അനിവാര്യമാണ്. പോക്സോ കേസുകളിൽ ഇത്തരത്തിൽ വിക്ടിമാക്കപ്പെടുന്നവർക്ക് ആവശ്യമായിട്ടുള്ള പരിരക്ഷ ഉറപ്പുവരുത്താനുള്ള ഒരു സാഹചര്യവും നമുക്ക് കൈക്കൊള്ളേണ്ടതായിട്ടുണ്ട്. വളരെയധികം നന്ദി ശ്രീമതി പി സതീദേവി.